ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോക്യാഡിൽ എങ്ങനെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് ഒരു പ്ലാനിൻ്റെ ചെറിയൊരു പോർഷനാണ്, ഒരു ഫോർമൽ ലിവിങ്. ഈ ഫോർമൽ ലിവിങ്ങിൻ്റെ ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ടൈപ്പ് എ കമാൻഡ് എന്നുള്ള കമാൻഡ് ബാറിൽ നിങ്ങൾ ഏരിയ എന്ന് നിങ്ങൾക്ക് ഫുള്ളായി ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് കീ ആയ എ ടൈപ്പ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. സോ ഫസ്റ്റ് നമുക്ക് സ്ക്രീനിൽ കാണാം സ്പെസിഫിക് ഫസ്റ്റ് കോർണർ പോയിൻ്റ് എന്ന്. ഫസ്റ്റ് കോർണർ പോയിൻ്റ് ഞാൻ സെലക്ട് ചെയ്തു, സെക്കൻഡ് സെലക്ട് ചെയ്തു, തേർഡ് പോയിൻ്റ് സെലക്ട് ചെയ്തു, ആൻഡ് ഫൈനൽ പോയിൻ്റ് സെലക്ട് ചെയ്തു. ദെൻ എൻ്റർ കൊടുത്തു. എൻ്റർ കൊടുത്തപ്പം ഏരിയ ഇവിടെ കാണാം. ഇവിടെ ഏരിയ ഒരു വലിയ ഡിജിറ്റ് നമ്പറാണ് കാണുന്നത്, 33800000 എന്ന്. ഇത് ഞാൻ ആണ് ഇവിടെ യൂണിറ്റ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ഡിജിറ്റ് കാണുന്നത്. നിങ്ങൾ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 6 ഡിജിറ്റ് മാറ്റിയിട്ട് നിങ്ങൾ സ്ക്വയർ മീറ്റർ ആയിട്ട് എഴുതുക. 33.84 ആണ് നമ്മളുടെ സ്ക്വയർ മീറ്റർ എന്ന് പറയുന്നത്. ഈ ഫോർമൽ ലിവിങ്ങിൻ്റെ സ്ക്വയർ മീറ്റർ 33.84 ആണ്. അതിനോടൊപ്പം തന്നെ 23280 പെരിമീറ്റർ ഇൻ MM നമുക്ക് കിട്ടും. അപ്പോൾ 33.84 സ്ക്വയർ മീറ്ററിനെ നമ്മൾക്ക് സ്ക്വയർ ഫീറ്റിലോട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനായിട്ട് കാൽക്കുലേറ്റർ എടുക്കുക, എൻ്റർ കൊടുക്കുക. ഇവിടെ 33.84 ഇൻറ്റു 10.6 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 360.2448 കിട്ടും. അതാണ് നമ്മളുടെ ഈ ഫോർമൽ ലീവിൻ്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ പ്ലാനിൻ്റെ ടോട്ടൽ ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഇൻക്ലൂഡിങ് ഈ പോർച്ച് ഉൾപ്പെടെ നമുക്ക് ഈ ടോട്ടൽ സ്റ്റെപ്പ് ഉൾപ്പെടെ ഈ കോട്ട് എല്ലാം ഉൾപ്പെടെ നമുക്ക് എങ്ങനെ ടോട്ടൽ ഏരിയ ഈ പ്ലാനിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ പോളിലൈൻ എടുക്കുക. പോളിലൈൻ എടുത്ത് ഈ പ്ലാനിൻ്റെ ഫുൾ ഔട്ട്ലൈൻ നമ്മൾ വരച്ചെടുക്കണം. അപ്പോൾ ഞാനത് സ്പെസിഫൈ ഇവിടുന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്ത് എല്ലാ കോർണർ പോയിൻറ്റിലൂടെ ഞാനിപ്പം വരച്ചെടുക്കുന്നുണ്ട്. ടോട്ടൽ ഏരിയ നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനായിട്ട് ഓരോരോ കോർണറുകൾ ഇൻക്ലൂഡിങ് സ്റ്റെപ്പാണെങ്കിൽ നിങ്ങൾ ഓരോ കോർണറുകളും സെലക്ട് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾ മിസ്സായിട്ടാണ് ഒരു പോയിൻ്റ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് Ctrl+Z അടിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് പോയിൻ്റ് വരെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ആ പോളിലൈൻ മിസ്സായി പോവുകയില്ല. ബാക്കിയുള്ള ലൈനുകൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ദ ഷേപ്പ്, ഇവിടെ ഞാനിത് സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ തന്നെ ഞാൻ എത്തിയിട്ടുണ്ട്. ഞാനത് ക്ലോസ് ചെയ്തു, റൈറ്റ് ബട്ടൺ കൊടുത്തു, എൻ്റർ കൊടുത്തു. അതിനുശേഷം ഞാൻ ആ ലൈനെ സെലക്ട് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ഈ ലൈൻ സെലക്ട് ആയിട്ടുണ്ട്. ആ സെലക്ട് ആയ ലൈനെ ഞാൻ മൂവ് ചെയ്ത് വെളിയിലോട്ട് വെക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മുടെ പ്ലാനിൻ്റെ ഫുൾ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏരിയയുടെ ഈ ഒരു റീജിയൻ്റെ ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. സോ അതിനായിട്ട് ഇത് സെലക്ട് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ എ എന്ന് കമാൻഡ് ടൈപ്പ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഇവിടെ ഒബ്ജക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏരിയ നമുക്ക് 283381.387 MM നമ്മുടെ ഏരിയ വന്നേക്കുന്നത്. സോ 6 ഡിജിറ്റ് മാറ്റി നമുക്ക് അതിനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 283.38 സ്ക്വയർ മീറ്ററാണ് ഈ പ്ലാനിൻ്റെ, അതായത് ഗ്രൗണ്ട് ഫ്ലോർ മാത്രമാണ് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾക്ക് നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളൊരു റീജിയൻ്റെ ഈസി ആയിട്ട് നമുക്ക് പെരിമീറ്ററും ഏരിയയും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ CAD നെക്സ്റ്റ് ഓപ്ഷനാണ് LI എന്നുള്ളത്. LI എന്ന് കമാൻഡ് ബാർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇത് വരും. എൻ്റർ കൊടുക്കുക, സെലക്ട് ഒബ്ജക്റ്റ് കൊടുക്കുക, വീണ്ടും എൻ്റർ കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാം ഇങ്ങനെ വലിയൊരു സ്ക്രീൻ കാണാം. ആ സ്ക്രീനിൽ കോൺസ്റ്റൻറ്റ് വിഡ്ത്ത് കാണാം. ഏരിയ സെയിം ഏരിയ തന്നെ അത് കാണിക്കുന്നത് ഈ 6 വലിയൊരു നമ്പറിലാണ്. 6 ഡിജിറ്റ് മാറ്റി നിങ്ങൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ മീറ്ററിൽ നമുക്ക് ഏരിയ കിട്ടും.